ചെറുത് കേട്ടോ, പരിക്കുണ്ട്. പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വേറെ കാസ്റ്റിംഗുകാർ വരുന്ന കളയണ്ട കേട്ടോ, ഒന്നും കളയേണ്ട ആവശ്യങ്ങളില്ല, അതൊക്കെ എടുക്കാം. ഇതൊക്കെ ഇത് ചിറ്റോ ഫ്രോഗ് ഉണ്ടോ, അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. ആ ഫിഷോൺ, ഇത് നമ്മുടെ വൈകിട്ടത്തെ ഫസ്റ്റ് വരാൽ. ഫിഷോൺ, ഫിഷോൺ. ഇത് നമ്മുടെ റോഡിനെ വെച്ച് കമ്പയർ ചെയ്തതേ. അപ്പോൾ മനുഷ്യന്മാരെ ഗുഡ് ഈവനിങ്. നമ്മളിത് വൈകുന്നേരം ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നു. ചെറിയ ചെറിയ കുറച്ച് ഗ്യാപ്പുകൾ നമുക്കുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പുകളിലൊക്കെ അടിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മളിതിൻ്റെ അക്കരെ നിന്നൊക്കെ മീൻ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പം സമയം കളയുന്നില്ല, അപ്പോൾ നമ്മൾ കാസ്റ്റിങ്ങിലോട്ട് കിടക്കാം. ചെത്തട്ടെ മൂന്നാട് നടന്നു കേട്ടൊരു അല്ല, അങ്ങനെ അല്ലായിരുന്നല്ലോ നിന്റെ ഡയലോഗ്. നീ നോക്കണ്ടായിരുന്നു. ഫിഷോൺ, ഫിഷ് ഉണ്ട്, മീനുണ്ട്. കയറി വന്ന ഭാഗ്യം. അയ്യോ ചെറുമീൻ കുഞ്ഞ്. അച്ചേ ഏതല്ല 1 കിലോ ഉണ്ട് കേട്ടോ. നമ്മുടെ വൈകുന്നേരത്തെ ഫസ്റ്റ് കാസ്റ്റിങ്ങിൽ ഫസ്റ്റ് അടിച്ച ചെറുമീൻ. പുറകെ ഒരു വരവായിരുന്നു. ഓളം കണ്ടായിരുന്നു. നല്ല ഹുക്കപ്പായി കേട്ടോ. കണ്ടോ, അയ്യോ ഉണ്ടോ, എന്നിട്ടും അല്ലേ, അയ്യോ കണ്ടോ ചെറുമീൻ കുഞ്ഞ്. ഇത് നമ്മുടെ റോഡിനെ വെച്ച് കമ്പയർ ചെയ്തതേ. റീലിരിക്കുന്ന സീറ്റിൻ്റെ അവിടെ വരെ സാധനമുണ്ട് കേട്ടോ. 1 കിലോ ഉണ്ട്, 1 കിലോ ഒക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് 1 കിലോ താഴത്തില്ല. പശുവിനെയൊക്കെ കെട്ടാനേ. സിലോപ്പിയാണ് ഓടുന്നത്. എന്താണിത്, സിലോപ്പിയാണോ? പോയി. ചെറുതാ താർപ്പോലും ആയിരിക്കണം. ചെറുമീൻ സൈഡിൽ നിൽക്കാൻ സാധ്യത കുറവ്. വരാല് വല്ലോ, വരാലടിച്ച്. പിന്നെ ഫിഷോൺ, കുഞ്ഞ് നോക്കട്ടെ. വരാല് അടിപൊളി കേട്ടോ, സൈസ് വരാല്. 1 കിലോ ഉണ്ടത്. അടിപൊളി സൈസ് വരാല് വൈകിട്ടത്ത്. അടിപൊളി കേട്ടോ, അടിപൊളി. കാണിച്ചേ ആറക്കടാ. എടാ നമ്മുടെ പ്ലെയർ ചാടുവോ ഇതല്ലേ മറ്റെടുത്താ ഹുക്ക് റിമൂവർ. ഇത് നമ്മുടെ വൈകിട്ടത്തെ ഫസ്റ്റ് വരാല്. ഓൺലോ സൈസ് ആട്ടോ. 1 കിലോ ഉണ്ട് കേട്ടോ. ഈ സൈസ് നല്ല 1 കിലോയ്ക്ക് അടുത്ത്. 1 കിലോ ഇല്ല, 1 കിലോയ്ക്ക് അടുത്തുണ്ട് കേട്ടോ. അടിപൊളി വരാൽ. ഇത് നമ്മുടെ ഫ്രോഗ്. ആ കവറെടുത്തു. ഫ്രോഗ് നല്ല രീതിയിൽ വിഴുങ്ങിയായിരുന്നു. കാണിച്ചേ
കേട്ടുണ്ടാവൂലം കേട്ട മച്ചന്മാരെ നമ്മൾ കയറുവാണ്. സന്ധ്യയായി. നമുക്കിപ്പോൾ ഒരു ചെറുമീനും വരാലും ഉണ്ട്. ഒരെണ്ണം ഒരു ചെറിയ ഞൊട്ട വരാൻ അടിച്ചായിരുന്നു, പോയി. കയറാൻ കാരണം എന്ത് ചെയ്യും, മഴ പൊടിയുന്നുണ്ട്. മഴ പൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീനെടുക്കുന്നത് വളരെ ശോകമായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ രാവിലെ മഴയില്ലെങ്കിൽ ഇറങ്ങാം. മഴയാണെങ്കിൽ നാളെ വൈകിട്ടിറങ്ങി നോക്കാം ബാക്കി. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മളിത് രാവിലെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമുക്ക് ഒരു ചെറുമീനും ഒരു വരാലും ഉള്ളായിരുന്നു. അപ്പോൾ രാവിലെ വന്നിട്ടുണ്ട്. സമയം 6 മണിയാവുന്നു. ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട്, ചെറിയ ആക്ടിവിറ്റീസ്. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ അപ്പുറത്തോട്ടോ അങ്ങോട്ടോ വേറെ സ്പോട്ടിലോട്ടൊക്കെ പോകാനാണ് തീരുമാനം. ഒരുപാട് മീനടി ഇല്ല, വെള്ളം ഭയങ്കരമായിട്ട് വലിഞ്ഞെന്ന് വെച്ചാൽ അടിയൊക്കെ ഫുള്ളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സോ നമുക്കെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം രാവിലെ. ഫിഷോ അയ്യോ ഫ്യൂ. അടിച്ചു, പക്ഷെ അവൻ എടുത്തില്ല ഫ്രോഗ്. എന്നാ fish on. പോകല്ലേ പോകല്ലേ പോകല്ലേ. വാ, അടിപൊളി. ഇങ്ങോട്ട് പോകണം. ഒരു തവണ നീ എൻ്റെ മിസ്സായി, പക്ഷേ ഇത്തവണ ഞാൻ വിട്ടില്ല. ഇവിടെ രാവിലത്തെ വരാലേ ഒരു 1/2 കിലോ. നിൽക്ക് കാണിക്കാണ്ട്. 1/2 കിലോ ഉണ്ട് കേട്ടോ. 1/2 കിലോ ഉള്ളൊരു സൈസ് ഫ്രോഗ് ശരിക്കും അവനെടുത്ത് കേട്ടോ. ഞാൻ രസപ്പെട്ടേ 1/2 കിലോ ഉള്ളൊരു സൈസ്. 1/2 കിലോ ഉള്ളു കേട്ടോ, അതിൽ കൊള്ളുന്നില്ല. ഇത് നമ്മുടെ റോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ റെയിലിൻ്റെ സെക്ഷൻ വരെ ഉണ്ട് കേട്ടോ. റെയിൽ സെക്ഷൻ വരെ ഉള്ളൂ, അത്രേ ഉള്ളൂ, അതിൽ കൊള്ളുന്നില്ല. അപ്പം ഞാനിന്ന് രാവിലെ എടുത്ത ഫ്രോഗ് നമ്മുടെ ലുക്കാനയുടെ ചീറ്റോ ഫ്രോഗ്. പണ്ടത്തെ നമ്മുടെ ചീറ്റോ ഫ്രോഗില്ല, അതാണ് ഞാൻ എടുത്തത്. ഈ സാധനം മിക്കയിടത്തും ഇപ്പോൾ അവൈലബിൾ അല്ല. എന്നാൽ ഉണ്ട്, ചിലയിടത്തൊക്കെ ഉണ്ട്. ഞാൻ കുറേ കടയിൽ അന്വേഷിച്ചപ്പോഴാണ് ഇത് പറഞ്ഞു ഈ ഒരു ഐറ്റം എനിക്ക് കിട്ടിയത്. ലുക്കാനയുടെ ചീറ്റോ ഫ്രോഗ് ഉണ്ടോ. ഫിഷ് ഓൺ. ചെറുതാ. അയ്യോ, പണി പാളി കുട്ടേട്ടാ. ഉയ്യോ, ബെസ്റ്റ്. കരയെ കയറ്റിയപ്പോൾ ഊരിപ്പോയി. ഈ വന്നത് ഇതിനകത്ത് കുടുങ്ങിപ്പോയി. ഇതിനകത്ത് കുടുങ്ങി. നമ്മുടെ രണ്ടാമത്തെ വര അതൊരു 1/4 കിലോ ഉണ്ട് കേട്ടോ. 1/4 കിലോ സൈസാണ്. 1/4 കിലോ കിട്ടുന്ന 1/4 കിലോ ഉള്ളൊരു സൈസ്. ഇന്നും കളയണ്ട കേട്ടോ, ഒന്നും കളയേണ്ട ആവശ്യങ്ങളില്ല. ഇതൊക്കെ എടുക്കാം. ഇതൊക്കെ ഇതിൽ ചെറുതൊക്കെ ഞാൻ കളഞ്ഞാൽ ഇതൊക്കെ എടുക്കാം കേട്ടോ. ഇതൊക്കെ എടുക്കാം.
അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മുടെ ചീറ്റോ മാജിക് ചീറ്റോ പിലി ചീറ്റോ. അപ്പോൾ നമുക്ക് മേളിൽ നിന്ന് വേറെ സ്ട്രൈക്കോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. 2 എണ്ണമേ നമുക്ക് ഇവിടുന്ന് അടിച്ചുള്ളൂ. നമുക്ക് താഴോട്ടൊക്കെ പോയി നിന്ന് നോക്കാം. ആകാശമെല്ലാം ഇരുണ്ട് കിടക്കുവാണ്. മഴയ്ക്കൊക്കെ സാധ്യതയുണ്ട് നല്ലപോലെ. നമുക്ക് എന്തായാലും മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് 1-2 ചെറുതൂടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. താഴോട്ട് ഇറങ്ങി പോയി നോക്കാം. With my head again, you had your heart set on me, but these feels they come and go, and they come so easily. Tell me what it is about you that I can't forget, but you're breaking down my walls again just to set me free. Why do I, baby, why do I love the way you are, we always leave me? Why do I, baby, why do I? ഫിഷ് ഓൺ. വലിച്ചു. വലിച്ചില്ല. ചെറുതാ കേട്ടോ. ചെറുതാ. എൻ്റെ ദൈവമേ. ഇതിനെ ഞാൻ ഇത് കണ്ടോ, ഫ്രോഗ് ഇരിക്കുന്ന കണ്ടോ. ഇതിനെ ഞാൻ വെട്ടിട്ടും കാര്യമില്ല, നല്ല രീതിയിൽ ഹുക്കായി. എൻ്റെ പൊന്നുമോനെ, നീ എന്തിനാടാ കയറി പിടിച്ചേ? ചെറുത് കേട്ടോ, പരിക്കൊണ്ട്. ഒന്നും വെട്ടിയിട്ട് കാര്യമൊന്നുമില്ല, എടുക്കാം. പരിക്ക കേട്ടോ, നല്ല അടിച്ച് കയറി. ഇത് അവിടെ ആയിട്ടൊരു പാർപ്പ് സെറ്റുണ്ട്. അപ്പം നമ്മളതിനെ പിടിക്കാൻ പോവാണ്. കിട്ടൂല തരത്തില്ല. പിടിച്ചിട്ട് നമ്മളെന്തുവാ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടോണം. ആദ്യം അവന്മാർ നമ്മളതിനകത്ത് കയറി എടുക്കുമോ നോക്കട്ടെ. എടുക്കുവാണെങ്കിൽ കാണിച്ചു തരാം, നോക്കട്ടെ. ഇനിയും കുഴപ്പമില്ല. ഞാനിപ്പം അവനെ നമ്മളിപ്പോൾ അടിച്ചു. അവന് അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അവൻ ഫ്രോഗെ കയറി അടിക്കാൻ വളരെ സാധ്യത കുറവ്. നമ്മൾ ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ വേറെ കാസ്റ്റിംഗുകാർ വരുന്ന. അപ്പം നമ്മുടെ ഹുക്കൊന്നും അവൻ്റെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ വേറെ ഫ്രോഗിലൊന്നും കയറി വെട്ടാൻ സാധ്യത കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. കാരണം ഇവിടെ സ്ഥിരം കാസ്റ്റിംഗുകാർ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അല്ലാതെ മനഃപൂർവ്വം അവനെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. അവൻ സേഫ് ആവാൻ വേണ്ടി ചെയ്തൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളാണത് 1, 2, 3. ബാക്കി വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ചേറാൻ റോഡിൻ്റെ ടോപ്പ് പീസ് കയറ്റിയിടുന്നതിൻ്റെ പോർഷൻ്റെത് ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയി. അവിടെ വെച്ച് കല്ലേ കുടുങ്ങിയപ്പോൾ വലിച്ചതാണ്. അങ്ങനെ അങ്ങ് ഒടിഞ്ഞു പോയി.